ഇപ്പോഴും ഓർത്തോണം, ഈശോയുടെ ഒരു അത്ഭുതം ഈശോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, അവൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ട്, എന്നോട് കരയണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. എന്നോട് കരയണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ കരയാൻ കാരണമായ ആ കണ്ണീരിൻ്റെ സംഭവത്തിന് ഈശോ ഒരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ബെത്സേദാക്കുളക്കരയിലെ അത്ഭുതത്തിൻ്റെ സമയത്ത് നമ്മളെ പാട്ട് പാടുന്നത് ഇങ്ങനെയുണ്ട്: എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. ആര്? ഈശോ. ബെത്സേദാക്കുളക്കരയിൽ ഒത്തിരി രോഗികളുടെ ബന്ധുക്കൾ, മാലാഖ വരെ ഇറങ്ങുന്നു. ഈശോ ഇവരെ ആരെയും മൈൻഡ് ചെയ്തില്ല. ഈ മേലാണ്ട് കിടക്കുന്ന ഈ ഒരു പയ്യനെ, 38 വർഷമായിട്ട് കിടക്കുന്ന ഈ ചെറുപ്പക്കാരനെ, എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈശോ അങ്ങനെ നോക്കുന്നില്ലേ? ഉണ്ടോ? കൺവട്ടത്ത് പോയി ഇരിക്കണം. കരങ്ങൾ രണ്ട് ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ച് കണ്ണുകൾ ശാന്തമായിട്ട് അടച്ച്. കർത്താവ് എന്നെ കാണുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട്. ലോകത്തിൽ ഇത്രയധികം കോടിക്കണക്കിന് ജനങ്ങൾ, അതിലായിരക്കണക്കിന് ആളുകൾ ഈ സമയം തന്നെ, ഈ മണിക്കൂറിൽ തന്നെ കർത്തൃ സന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ആ വേദനയും നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഈശോ കൊടുക്കുക. കർത്താവേ, എന്നെ ഒന്ന് പരിഗണിക്കണമേ, എന്നെ ഒന്ന് ഓർക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി 8-ാമത്തെ അധ്യായം, ദൈവം നോഹയെ ഓർത്തു, വെള്ളപ്പൊക്കം ശാന്തമായി. ഉൽപ്പത്തി 30, ദൈവം റാഹേലിനെ ഓർത്തു, അവളുടെ വന്ധ്യത മാറി, അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം വാക്യം, ദാനിയേൽ ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ, നീ എന്നെ ഓർത്തല്ലോ. നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും മറക്കില്ല. ദാനിയേലിന്റെ അവിശ്വാസ പ്രമാണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നീ എന്നെ ഓർത്തു. എന്നെ ചുറ്റി നിൽക്കുന്ന ആയിരങ്ങൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എന്നെ മറന്നുപോയവർ, പക്ഷെ എന്നെ ഓർത്തിരിക്കുന്ന, എന്നെ മാത്രം നോക്കി നിൽക്കുന്ന എൻ്റെ ഈശോ. കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ, ഈ സമയം ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ നീ കേൾക്കണേ, എന്നെ ഒന്ന് ഓർക്കണേ, എന്നെ ഒന്ന് പരിഗണിക്കണമേ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ, അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. വലിയൊരു പ്രാർത്ഥനയാണ്. സുഖപ്പെടുത്തണമേ, ഞാൻ സുഖപ്പെടും. രക്ഷിക്കണമേ, ഞാൻ രക്ഷിക്കപ്പെടും. ഒറ്റ കാര്യം, കംപ്ലീറ്റ് ട്രസ്റ്റ്. നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ. നമുക്കുള്ള പ്രത്യാശ ജീവിതത്തിൽ എല്ലാ സമയവും എന്തൊക്കെ സംഭവിച്ചാലും, രോഗം വന്നാലും വേദനകൾ വന്നാലും ഇട്ട് ചോടിപ്പോകാൻ തോന്നിയാലും, കർത്താവേ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. നമുക്ക് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ ഒന്ന് എടുക്കാം. 30-ാമത്തെ അധ്യായം, ജെറമ്യാ 30. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് ഒരു ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഉടമ്പടിയുടെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ഫോർ എക്സാമ്പിൾ, ഞാൻ ദൈവമാണെന്ന് കരുതുക, കുറച്ച് നേരത്തേക്ക് കരുതുക. അപ്പം ഞാൻ നിങ്ങളുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആരുടേതാണ്? എൻ്റെതാണ്. ഞാനോ നിങ്ങളുടേത്. ഇപ്പം ഈ ഒരൊറ്റ റൂളിലാണ്, ശ്രദ്ധിക്കണം, ഈ ഒരൊറ്റ റൂളിലാണ് യഹൂദരുടെ കൽപ്പനകൾ മുഴുവൻ ഇരിക്കുന്നത്. ഈ ഒരൊറ്റ റൂളിൽ 10 കൽപ്പനകളൊക്കെ അതിൻ്റെ അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്താണ്. ശ്രദ്ധിക്കണേ, 10 കൽപ്പനകളൊക്കെ ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഡിഫൈൻ ചെയ്ത് കൊടുത്തത്. ഒറ്റ കൽപ്പനയേ ഉള്ളൂ. കൽപ്പന ഇതാണ്: നീ എൻ്റേതും ഞാൻ നിൻ്റേതും. നിൻ്റെ മേൽ അവകാശം വേറെ ആർക്കും ഇല്ല. കിട്ടുന്നുണ്ടോ? പാപത്തിന്, വിഗ്രഹങ്ങൾക്ക്, അന്യദേവന്മാർക്ക്, പിശാചിന്, വ്യഭിചാരത്തിന്, ഏത് തരത്തിലുള്ള പാപത്തിനും ഒന്നിനും നിന്റെ മേൽ അധികാരമില്ല. കാരണം നീ ആരുടേതാണ്? നീ എൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്.
അതുകൊണ്ടാണ് ആ കൽപ്പന എങ്ങനെ കിടക്കുക. ഇത് ഒരൊറ്റ കൽപ്പനയുള്ളൂ, ഉടമ്പടി. അത് ഓർത്താൽ മതി. അവർക്കിത് മനസ്സിലാവാത്തതുകൊണ്ടാണ് 10 കൽപ്പനകളിൽ അത് ഡിഫൈൻ ചെയ്ത് കൊടുത്തത്. പിന്നെയും കർത്താവ് എടുത്ത് പറയാം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. എനിക്ക് വേണ്ടി മാറ്റിവെച്ച ദിവസം അത് പരിശുദ്ധമായിട്ട് പാലിക്കണം. എൻ്റെ നാമം, അതായത് നിന്റെ ദൈവമായ എൻ്റെ നാമം നീ കൃത്യമായി പാലിക്കണം. നിനക്ക് ഞാൻ തന്നിരിക്കുന്നത് എൻ്റെ സമ്മാനമാണ്. നിന്റെ അപ്പൻ നിന്റെ അമ്മ ആരുടെ സമ്മാനമാണ്? എൻ്റെതാണ്. എൻ്റെത് ഞാൻ നിനക്ക് തരികയാണ്. അതുകൊണ്ട് ആ മാതാപിതാക്കളെ ബഹുമാനിക്കണം. നിന്റെ അയൽപ്പക്കത്തുള്ള ആള്, അയാളുടെ വസ്തു, അയാളുടെ ജീവിത പങ്കാളി, അതാരുടേതാണ്? എൻ്റെതാണ്. അയാളെ മോഹിക്കരുത്, അവരുടെ വസ്തുക്കൾ മോഹിക്കരുത്. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞാണ്, അയാളോട് നിങ്ങൾ നുണ പറയരുത്, കള്ളസാക്ഷ്യം പറയരുത്. പിടികിട്ടുന്നുണ്ടോ? ഇതൊക്കെ പറയുന്നത് നമ്മളോടാണ്. നീ ഇത് ചെയ്യരുത്. വൈ? നീ ആരുടേതാണ്? ദൈവം. ആ ദൈവം ആരാണ്? പരിശുദ്ധനാണ്. ആ പരിശുദ്ധന് ചേരാത്തത് നീ ചെയ്യരുത്. കാരണം നീ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. കിട്ടുന്നുണ്ടോ? ഇത് അവർക്ക് മനസ്സിലായില്ല. ഈ ഉടമ്പടി മനസ്സിലായില്ല. അവർ മറന്നുപോയപ്പോൾ ഈ കൽപ്പനകൾ കൊടുത്തു. ആ കൽപ്പനകൾ അവർ ഓർമ്മിപ്പിച്ചു. അവർ പിന്നെ ഓർക്കാതെ മറന്നു നടന്ന സമയത്ത് കർത്താവ് ചില ശിക്ഷണങ്ങൾ അനുവദിച്ചു, പ്രവാസമായിട്ടും അടിമത്തമായിട്ടും ഒക്കെ. എന്നിട്ട് അവർ മാനസാന്തരപ്പെട്ടപ്പോൾ കർത്താവ് അവരെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, വീണ്ടും പുനഃസ്ഥാപിച്ചു. വീണ്ടും വീണുപോയി, വീണ്ടും കൊണ്ടുവന്നു. കർത്താവ് ഉടമ്പടി ഓർത്തു എന്നാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്. വിട്ടുന്നുണ്ടോ? കർത്താവ് ഉടമ്പടി ഓർത്തു. എന്ത്? ഇവർ പാപം ചെയ്താലും, ഇവർ തല്ലിപ്പൊളികളായി പോയാലും ഇവർ എൻ്റെ ജനമാണ്. ഇടയ്ക്കത് കർത്താവിനോട് പറഞ്ഞേക്കണം, കർത്താവേ പൊട്ടൻ കുഞ്ഞാണേ, പാപിയാണേ, ശ്രമിക്കുന്നുണ്ടേ, ഓർത്തേക്കണേ. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഇവർക്ക് അന്ന് മനസ്സിലായില്ലാത്തതുകൊണ്ട് ഈ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടില്ലേ, പിതാവായ ദൈവം ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്ന കണ്ടില്ലേ? നിങ്ങളെ ചീന്തിക്കളയും, നിങ്ങളെ തല്ലും, നിങ്ങളെ ശിക്ഷിക്കും, നിങ്ങളുടെ മേൽ ദേശങ്ങൾ അവകാശം ഏറ്റെടുക്കും, ശിക്ഷ കൊടുക്കണം. ഭയങ്കര റഫ് ലാംഗ്വേജാണ്. കാരണം ഇവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ ദൈവം പിന്നെ ഇങ്ങനെ ഇറങ്ങി വന്നു, സ്നേഹമായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. ഈശോ കരുണയായിട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് ആ 10 കൽപ്പനകളെല്ലാം കൂടെ 2ആയിട്ട് ചുരുക്കി. കിട്ടുന്നുണ്ടോ? ഒറ്റ കൽപ്പന, ഉടമ്പടി. അത് മനസ്സിലാകാത്തപ്പോൾ കുറച്ച് സ്ട്രിക്റ്റായിട്ട് 10 കൽപ്പനകൾ അത് വികസിപ്പിച്ചു കൊടുത്തു. ഭയം കൊണ്ടല്ല ഇനി അനുസരിക്കേണ്ടത്, സ്നേഹം കൊണ്ട് അനുസരിക്കണം എന്ന് പറഞ്ഞ് ആ 10 കൽപ്പനകളെ 2ആയിട്ട് ചുരുക്കി. എന്ത്? ദൈവവുമായും മനുഷ്യരുമായുള്ള ബന്ധം. ഇത്രയും ഓർക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. സോ നമ്മൾ ആ ഉടമ്പടിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ചെയ്യുന്ന ആ ഉടമ്പടി, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതും. ഐ എം യുവേഴ്സ് ആൻഡ് യു ആർ മൈൻ. ജെറമ്യാ പ്രവാചന പുസ്തകം 30-ാമത്തെ അധ്യായം, വലിയൊരു വാഗ്ദാനം. 18-ാമത്തെ വാക്യം വായിക്കാമോ? 18ഉം 19ഉം വായിക്കാം. ജെറമ്യാ പ്രവാചന പുസ്തകം 30-ാമത്തെ അധ്യായം, വേഴ്സസ് 18 and 19, 18-19 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ കൂടാരങ്ങളുടെ ഭാഗതയും ഞാൻ പുനഃസ്ഥാപിക്കും, അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. നഗരം നാശകൂമ്പാരത്തിൽ നിന്ന് വീണ്ടും പണിയപ്പെടും, കൊട്ടാരം അതിൻ്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും. അതിനകത്ത് ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, കൂടാരം, വാസസ്ഥലം, നഗരം, കൊട്ടാരം. എന്നുവെച്ചാൽ ഒരു സ്ഥലത്തുള്ള സകലതിനെയും കർത്താവ് അനുഗ്രഹിക്കുന്ന പറയണേ. മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞു കൂടാരമോ, കുഞ്ഞു വാസസ്ഥലമോ, കൊട്ടാരമോ, നഗരമോ, ചെറുതും വലുതുമായതെല്ലാം കർത്താവിങ്കിലേക്ക് തിരിച്ചു ചെല്ലുന്നവർ, കർത്താവിനെ ആശ്രയിക്കുന്നവർ, കർത്താവ് എൻ്റെ മുഖം തകർക്കും, എന്നെ ഫ്രീ ആക്കുമെന്ന്. അതായത് ഈ ജെറമ്യാ 30-ൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിക്കുന്നവരുടെ കുഞ്ഞു വീടായിക്കോട്ടെ, വലിയ വീടായിക്കോട്ടെ, നിങ്ങളുടെ കുഞ്ഞു പ്രശ്നമായിക്കോട്ടെ, വലിയ പ്രശ്നമായിക്കോട്ടെ, ഈ കർത്താവ് അതിന് ഉത്തരം തരും, ഐശ്വര്യം പുനഃസ്ഥാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 19-ാമത്തെ വാക്യം വായിച്ചേ. എന്തിനാണ് കർത്താവ് അങ്ങനെ ഒരു അനുഗ്രഹം തരുന്നത്? എന്തിനാണ് കർത്താവ് നമ്മളെ പുനഃസ്ഥാപിക്കുന്നത്? എന്തിനാണ് അവൻ പ്രാർത്ഥന കേൾക്കുന്നത്? ഉറക്കെ വായിക്കുക. അവയിൽ നിന്ന് കൃതജ്ഞതാ ഗീതങ്ങളും സന്തുഷ്ടരുടെ ആഹ്ലാദാരവും ഉയരും. ഞാനവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോവുകയില്ല. ഞാനവരെ മഹത്വം അണിയിക്കും, അവർ നിസ്സാരരാവില്ല. എന്ന് വെച്ചാൽ ഈ കൊട്ടാരങ്ങളിൽ നിന്ന്, ഈ കുടിലുകളിൽ നിന്ന്, ഈ കൂടാരങ്ങളിൽ നിന്ന്, ഈ വാസസ്ഥലങ്ങളിൽ നിന്ന് എന്തുയരണം? സ്തുതിഗീതങ്ങൾ ഉയരണം. സ്തുതിഗീതങ്ങൾ ഉയരണം. കർത്താവാണ് എനിക്കിത് ചെയ്തു തന്നത് എന്ന് പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം നടക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ചൊരു നിയോഗം സാധിച്ചു കിട്ടുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ് സാക്ഷ്യപ്പെടുത്തിക്കോണം, എൻ്റെ കർത്താവ് എനിക്കിത് ചെയ്തു തന്നു എന്ന്. ധൈര്യം ഉണ്ടോ? അതിനൊക്കെ പറഞ്ഞേക്കണം. എൻ്റെ കർത്താവാണ് ചെയ്തതെന്ന്. നന്ദി പറയാതിരിക്കുന്ന ഒരു പാപമാണോ? പറ. നന്ദി പറയാതിരിക്കുന്ന ഒരു പാപമാണോ? 10 കൽപ്പനകളിലൊന്നും ഇതില്ല കേട്ടോ. തിരുസഭയുടെ കൽപ്പനകളിലും ഇതില്ല. പക്ഷെ ഈശോ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കൊതി പിടിച്ചായിരുന്നു. ഈശോയ്ക്ക് ഉണ്ടായിരുന്ന കൊതികളിലൊന്ന് 10 എണ്ണത്തിനെ അല്ലേ സുഖപ്പെടുത്തിയത്, ഒരുത്തനെ വരാൻ തോന്നിയുള്ളോ? ഒരു സങ്കടം അതിനകത്ത് കിടപ്പുണ്ടല്ലേ? 10 പേർക്കും അനുഗ്രഹം കിട്ടി. ഒന്ന് ശരിക്കും ആത്മശോധന ചെയ്തു കൊടുക്കാം.
ഇതുവരെ പ്രായമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ എന്തോരം അനുഗ്രഹങ്ങൾ ശരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതൊന്ന് ചിന്തിക്കുക. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ, ബട്ട് ഡിഡ് യു താങ്ക് ഹിം? ഇതുവരെ തന്നതിനൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ മറന്നു പോകും. നമ്മൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ? പ്രഘോഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രാർത്ഥന കിട്ടി, നിങ്ങളെ ജോലി കിട്ടി, നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടി, നാട്ടുകാർ നമ്മളെ ഫ്ലക്സ് അടിച്ചു, പക്ഷെ നിങ്ങൾ കർത്താവിന് ഫ്ലക്സ് അടിച്ചോ? അതായത് സാക്ഷ്യപ്പെടുത്തിയോ? മഹത്വപ്പെടുത്തിയോ? എന്തിനാണ് അവൻ ഈ കുടിലിൽ നിന്ന് ഈ കൊട്ടാരത്തിലേക്ക്, ഈ കുഞ്ഞു വാസസ്ഥലത്ത് നിന്ന് നിന്നെ ഈ കൊട്ടാരത്തിലേക്ക്, വലിയ വാസസ്ഥലത്തേക്ക് നയിക്കുന്നതെന്നറിയോ? നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ. നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദിസ് ഈസ് ടു ബി പ്രൊക്ലെയിംഡ്. കർത്താവിനെ പ്രഘോഷിക്കാൻ, അവന് നന്ദി പറയാനാണ്. വലതുയർത്തി ശക്തിയോടെ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. കൈ ഉയർത്തി പിടിച്ച ഈശോയെ നന്ദി പറ. ഈശോയെ താങ്ക് യു സോ മച്ച്. നീ ഏതൊക്കെ ഭാഷ അറിയാവുന്ന എല്ലാ ലാംഗ്വേജിലും ഈശോയ്ക്ക് നന്ദി പറ കേട്ടോ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. സോ ഒരു അത്ഭുതം അവൻ ചെയ്യുന്നത് മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചേക്കണം, കർത്താവേ നിന്റെ മഹത്വത്തിന് വേണ്ടി എനിക്കിത് ചെയ്തു തരണം. കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് വലിയ ഇഷ്യൂ ഒന്നല്ല കർത്താവിന്. നിങ്ങളുടെ കല്യാണം നടക്കുക എന്നുള്ളത് വലിയ ഇഷ്യൂ ഒന്നല്ല. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക, നിങ്ങൾക്ക് കടം മാറുക എന്നുള്ളത് ഈശോയ്ക്ക് വലിയ ഇഷ്യൂ ഒന്നുമല്ല. ആണോ? ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടാക്കിയവനാണ്. അങ്ങനെയെങ്കിൽ ഈശോയ്ക്ക് ഇത് വലിയ ഇഷ്യൂ അല്ല. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മഹത്വപ്പെടുത്തുക. ഈ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ എനിക്കുള്ള ആരാധന എവിടെ? എനിക്കുള്ള ആരാധന എവിടെ? ആരാധന വെച്ചാൽ മഹത്വം, താങ്ക്സ്, എല്ലാം. നിങ്ങൾക്ക് ഇതുവരെ തന്ന ഈ പിതാവിനെ നിങ്ങൾ ആരാധിച്ചിട്ടുണ്ടോ? നന്ദി പറഞ്ഞിട്ടുണ്ടോ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ മറ്റൊരു ഉടമ്പടിയെക്കുറിച്ചുള്ളൊരു വാഗ്ദാനമാണ് 21-ാമത്തെ വാക്യം. വായിക്കാമോ? 19 അവസാനം നമ്മൾ വായിച്ചു, ഞാൻ അവരെ മഹത്വം അണിയിക്കും, അവർ നിസ്സാരരാവില്ല. 21-ാമത്തെ വാക്യം വായിച്ചു. അവരുടെ രാജാവ് അവരിൽ ഒരാൾ തന്നെ ആയിരിക്കും, അവരുടെ ഭരണാധിപൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വരും. വായിച്ചേ, എൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും, അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും, അല്ലാതെ എന്നെ സമീപിക്കാൻ ആരാണ് ധൈര്യപ്പെടുക? നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതാണ്, ഈ അടുത്ത് വരുന്നതിനെ കുറിച്ച്. ആണോ? നമ്മൾ ആദ്യം പറഞ്ഞ വചനം ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? അടുത്ത് വരുന്നതിനെ കുറിച്ച്. ക്ലോസപ്പ് ടൂത്ത് പേസ്റ്റിൽ പറഞ്ഞ അടുത്ത് വരലല്ല, ഇത് വേറെയാണ്. അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുത്ത് വന്നാൽ ആശ്വസിപ്പിക്കാം. ജെറമ്യാ 29:12 നമ്മൾ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഇപ്പം കർത്താവ് പറയാണ്, എൻ്റെ അടുത്ത് വരാൻ ഞാൻ അനുവദിക്കുക, അല്ലാണ്ട് ആര് വരുമെന്ന്. ഈശോ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും വരില്ല. നമ്മളൊക്കെ അങ്ങനെ ആകർഷിക്കപ്പെട്ട് വന്നവരാണ് കർത്താവിൻ്റെ വചനം കേൾക്കാൻ, അവിടുത്തെ ആരാധിക്കാൻ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു വാക്യം ശ്രദ്ധിച്ച്, 22-ാമത്തെ വാക്യം. അങ്ങനെ അടുത്ത് വരുന്നവർക്ക് ഒരു ഉടമ്പടി കർത്താവ് ചെയ്യാണ്. ഉറക്കെ വായിച്ചു, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആയിരിക്കും. ഉടമ്പടിയാണ്, ഉടമ്പടി, എ കവണന്റ്. മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ ഉപയോഗിച്ചായിരുന്നു, ആരോ 2-3 പേര് കോൺട്രാക്ട് എന്നൊരു വാക്ക് ഉപയോഗിച്ചായിരുന്നു. കോൺട്രാക്ട് ഈസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യർ തമ്മിലുള്ളതാണ് കോൺട്രാക്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതാണ് എന്ത്? കവണന്റ്, ഉടമ്പടി. ഉടമ്പടി. തിരുസഭ വിവാഹം എന്ന കൂദാശയെ എന്താണ് വിളിക്കുന്നത്? കല്യാണം കഴിച്ചവർ പറയൂ, നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാവട്ടെ. വൈ ചർച്ച് ഈസ് എഗൻസ്റ്റ് ഡിവോഴ്സ്? എന്തുകൊണ്ടാണ് സഭ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഡിവോഴ്സിനെതിരെ? മാനുഷികമായ ഒത്തിരി റീസൺസ് പറയാം, നമുക്ക് സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഇവിടെ കല്യാണം കഴിച്ച 6-ാമത്തെ ദിവസം ഡിവോഴ്സിന് വന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഹൊറിബിൾ. വിവാഹ ജീവിതത്തിലെ ചില അസ്വസ്ഥതകളൊക്കെ ആയിട്ട് ഇവിടെ ആളുകൾ വരുമ്പോൾ നമുക്ക് ചില സമയത്ത് ഓർക്കിട്ട് ഇതൊക്കെ ഒരു റീസൺ ആണോടാ. സഭ എന്തുകൊണ്ടാണ് ഈ വിവാഹ ബന്ധം വേർപെടുന്നതിനെതിരെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ കവണന്റ്, നോട്ട് എ കോൺട്രാക്ട്. കവണന്റ്, വിവാഹ ഉടമ്പടി. കിട്ടുന്നുണ്ടോ? അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട് ചെയ്യുന്ന ഉടമ്പടിയല്ല, ഞങ്ങൾ ദൈവത്തോടും ദൈവം ഞങ്ങളോടും ചെയ്യുന്ന ഉടമ്പടി. ഇവിടെ നടക്കുന്ന വിവാഹം എന്ന കൂദാശ ഒരു ഉടമ്പടിയാണ്, വിവാഹ ഉടമ്പടി ബിറ്റ്വീൻ ഗോഡ് ആൻഡ് അസ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്താൽ എന്നെ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് സഭ എതിര് നിൽക്കുന്നത്. നിങ്ങളത് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നാ സംഭവിക്കുന്നത്? ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ് ലംഘിക്കുന്നത്. ഹലോ, എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് വൈ വി ആർ വെരി സീരിയസ് അബൌട്ട് ദാറ്റ്.
നമുക്ക് നിങ്ങൾ പേഴ്സണലി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഇതൊന്നും ദഹിക്കില്ല. തിയോളജി ദഹിക്കുന്ന സമയമല്ല, വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന സമയം. നമുക്ക് തിയോളജി ആ സമയത്ത് ദഹിക്കില്ല. പക്ഷേ സഭ എന്തുകൊണ്ട് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് ചിന്തിച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടില്ലേ, ഈ മീഡിയയിലൊക്കെ നമ്മുടെ സഭയെ എടുത്ത് വാട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ വാട്ട് ഈസ് ദ റീസൺ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലോകം സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്ന എല്ലാത്തിനും സഭ എതിരാണ്. അതുകൊണ്ട് ലോകം സഭയ്ക്ക് എതിരാണ്. വേറെ ആരും അങ്ങനെ ബഹളം പിടിക്കുന്നില്ല. വേറെ ആരും ബഹളം പിടിക്കുന്നില്ല, സഭയെ പിടിക്കുന്നുള്ളൂ. അവിടെ എക്കാലവും സഭ അടി കിട്ടിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. കോംപ്രമൈസ് ചെയ്യുന്ന അന്ന് സഭ ഇല്ലാണ്ടാകും. ലോകത്തിൽ എവിടെയൊക്കെ സഭ കോംപ്രമൈസ് ചെയ്തോ അവിടെയൊക്കെ സഭ തീർന്നു. പൗലോസ്ലീഹ പ്രസംഗിച്ച് നടന്ന സഭകൾ ഇന്നില്ലാന്ന് നമുക്കറിയാം. ഒറ്റ സഭയേ ഉള്ളൂ, റോമിലെ സഭ. അതിൽ റോമാക്കാരല്ലെന്നേ ഉള്ളൂ. എവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്തോ അവിടെ തകരും. കുടുംബങ്ങളിലേക്ക്, ഗാർഹിക സഭ, കുടുംബത്തിൽ ചില പാപങ്ങൾക്ക്, ചില ഇഷ്ടങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തോ ദി എൻഡ്. നല്ലൊരു വാക്കിൽ, ക്രിസ്റ്റഫർ നോളാൻ്റെ വാക്കിൽ പറഞ്ഞാൽ ദ ബിഗിനിങ് ഓഫ് ദി എൻഡ്, അവസാനത്തിൻ്റെ തുടക്കം. ക്രിസ്റ്റഫർ നോളാൻ ഒരു വിശുദ്ധനല്ല കേട്ടോ, അതൊരു സിനിമാ സംവിധായകനാണ്. പൊന്നെ, അതിനെ തപ്പി ഇനി വിശുദ്ധരുടെ പാഠപുസ്തകങ്ങൾ തപ്പിയൊന്നും നടന്നേക്കരുത്. ദ ബിഗിനിങ് ഓഫ് ദി എൻഡ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറ ഹല്ലേലൂയാ. സോ നമ്മളെപ്പോഴും സകല പാപത്തിൽ നിന്നും, ലോകം സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്ന സകല പാപത്തിൽ നിന്നും വിടുതൽ ലഭിക്കാൻ, അതിലേക്കൊന്ന് ആകർഷപ്പെട്ട് പോകാതിരിക്കാൻ, വീണു പോകാതിരിക്കാൻ ഒറ്റ ഓർമ്മ, ഈ ഉടമ്പടി, ഈ കവണന്റ് ദൈവം നമ്മളോട് ചെയ്തത്, നീ ദൈവത്തിൻ്റെതാണ്, ദൈവം നിൻ്റേതും. മാറ്റിവെക്കപ്പെട്ടത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി തൊട്ടടുത്തൊരു വാക്യം വായിച്ച 31-ാമത്തെ അധ്യായം, ജെറമിയ 31 അതിൻ്റെ 1-ാമത്തെ വാക്യം. കർത്താവ് വീണ്ടും ആ ഉടമ്പടിയെ ഓർക്കുകയാണ്. 31-ന്റെ 1 വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. 31-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഓക്കെ, 33 വായിച്ചോ. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. സോ ഉടമ്പടി ക്ലിയർ ആണോ? ഉടമ്പടി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കർത്താവ് നമ്മളോട് ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇതാണ് കർത്താവ് ചെയ്യുന്നൊരു ഉടമ്പടിയാണ്. നമ്മളെ സ്വന്തമായി കരുതുന്ന ദൈവം, നമുക്കൊരു അഡ്രസ്സ് തരുന്ന, നമുക്കൊരു ഐഡൻറ്റിറ്റി തരുന്നൊരു ദൈവം. ഈ നമുക്കൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷമാണല്ലോ ഈ ഒറ്റപ്പെടലാണോ? ഒറ്റപ്പെടൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ആരും കൂടെ ഇല്ല എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ഈ അഡ്രസ്സ് ഇവിടെ ഉണ്ട്. വി ഹാവ് ആൻ ഐഡൻറ്റിറ്റി. നമ്മളെ കണക്ട് ചെയ്യുന്നൊരു ത്രെഡുണ്ട്. ഞാൻ ദൈവത്തിൻ്റെതും ദൈവം എൻ്റെതും. എൻ്റെ കൂട്ടുകാർക്കോ, എൻ്റെ ജീവിത പങ്കാളിക്കോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോ ആർക്കും തരാൻ പറ്റാത്ത ഒരു സ്നേഹം, ഒരു ചേർത്ത് പിടിക്കൽ എനിക്കവൻ തന്നുകൊണ്ടിരിക്കുകയാണ്. നിയമാവർത്തനം 33:12 ഓർക്കുന്നുണ്ടോ? ബെഞ്ചമിൻ, അവൻ കർത്താവിൻ്റെ ചുമലുകൾക്കിടയിൽ വാസമർപ്പിക്കുക. എന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവം. ഞാൻ ദൈവത്തിൻ്റെതും ദൈവം എൻ്റേതും. അവൻ എൻ്റെ അപ്പൻ, ഞാൻ അവൻ്റെ കുഞ്ഞ്. നമ്മളെങ്ങനെ ഒറ്റപ്പെട്ടിരുന്ന് കരയും? ഒറ്റപ്പെട്ട് പോകുമ്പോൾ എപ്പോഴും ഓർത്തേക്കണം, വി ഹാവ് ആൻ അഡ്രസ്. നമുക്ക് പറയാൻ നല്ലൊരു അപ്പനുണ്ടാന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് തന്നിരിക്കുകയാണ്, നമുക്കൊരു ഐഡൻറ്റിറ്റി തന്നിരിക്കുകയാണ്. നമ്മൾ ഒറ്റപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി അവനൊരു സ്നേഹം ചൊരിഞ്ഞ് തന്നിരിക്കുകയാണ്. നമുക്കിനി ഇവിടുന്ന് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഈ ഉടമ്പടി നല്ല ശ്രദ്ധയോടിരിക്കണം. ഇച്ചിരി ബുദ്ധി എനിക്ക് തരണം, ബുദ്ധിയല്ല, ഇച്ചിരി ശ്രദ്ധ എനിക്ക് തരണം. നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുക. ഓർമ്മശക്തി നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായാൽ നല്ല വിശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റും. ഈ ഒരൊറ്റ കൺസെപ്റ്റ്. ഒറ്റ ഉടമ്പടി മനസ്സിലാവാത്തപ്പോൾ അവർക്ക് 10 കൽപ്പന കൊടുത്തു. 10 കൽപ്പനകൾ ഈശോ സ്നേഹം കൊണ്ട് 2ആക്കി മാറ്റി. ഞാൻ അതിലേക്ക് പിന്നെ ഒന്ന് തിരിച്ചു വരികയാണ്. ആ ഒറ്റ ഉടമ്പടിയിലേക്കൊന്ന് തിരിച്ചു വരികയാണ്. ശ്രദ്ധിക്കണം, ഇത് മനസ്സിലായാൽ നമ്മൾ രക്ഷപ്പെട്ടു. വിശുദ്ധരായിട്ട് നമുക്ക് ജീവിക്കാം. അതായത് ഈ ഉടമ്പടി എന്ന് വെച്ചാൽ നമുക്കതൊരു അർത്ഥം മനസ്സിലായി. ഞാനിത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വെറുപ്പ് തോന്നരുത്. ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ടീച്ചേഴ്സ് പിന്നെയും പറയും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ അടി തരും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ഞാനൊരു 30 രൂപ കൊടുത്തൊരു കൊന്ത മേടിച്ചു. നല്ല ശ്രദ്ധയോടെ ഇരിക്കണേ. 30 രൂപ കൊടുത്തൊരു കൊന്ത മേടിച്ചു. ഇതിപ്പോൾ ആരുടേതാണ്? എൻ്റെതാണ്. ആരുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്? എനിക്ക് വേണ്ടി, എൻ്റെ സ്വന്തമാണ്. ഇത് ആർക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയില്ല, ഇത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇനി ഈ കൊന്തയ്ക്കൊരു പർപ്പസ് ഉണ്ട്. എന്താണ് പർപ്പസ്? ഈ ജപമാലയ്ക്ക് ഒരു പർപ്പസ് ഉണ്ട്. എന്താണ്? നിങ്ങൾ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിരാട് കോഹ്ലി ഇങ്ങനെ റൺ അടിക്കുന്നു.
ഒരു 4, 2 4, 6 വലുത്. ആണോ? വെറുതെ ഒന്ന് ചിന്തിച്ചാൽ അതും ചെയ്യാം അല്ലേ? അല്ലേ? നിങ്ങളിപ്പം പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനെ നാട്ടുകാർ പിടിച്ച് ഇടിക്കുന്നു, ഇടുക 1 2 3, എന്നാ കൂട്ടുകാരാണ് നിങ്ങൾ? എണ്ണാനും ഇത് ഉപയോഗിക്കാം, ഒരു നോർമൽ രീതിയിൽ എണ്ണാൻ ഇത് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുമോ? അത് ഇല്ല. നമ്മളിതിന് ഒറ്റ കാര്യത്തിന് ഉപയോഗിക്കുള്ളൂ, പ്രാർത്ഥിക്കാൻ അല്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. സോ ഇതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഇത് മറ്റൊരു ഉപയോഗത്തിന് വേണ്ടിയല്ല, നല്ല വേറെ ഉപയോഗമല്ല, ചീത്ത ഒരു ഉപയോഗമല്ല, ഒരേ ഒരു പർപ്പസ്, ടു പ്രേ. ഇത് ഈ ജപമാലയായിട്ട് ഞാനൊരു ഉടമ്പടി ചെയ്യാണ്. ഈ ജപമാല ഇന്നു മുതൽ എൻ്റേതാണ്. ഇത് മറ്റൊന്നിനും വേണ്ടി ഞാൻ ഉപയോഗിക്കില്ല, ഒറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കോൺസെക്രേറ്റഡ്. സിസ്റ്റർ ഈ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ, കോൺസെക്രേറ്റഡ് ലൈഫ്. മാറ്റി, പച്ച മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിവെക്കപ്പെട്ട ജീവിതം. ഒരു വൈദികന്റെയും ഒരു സന്യസ്തയുടെയും ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മാമോദീസാജലം തലയിൽ വീണ ഒരാളോട് കർത്താവ് ചെയ്യുന്നത് ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഇതാണ്: നീ ഇന്നു മുതൽ ആരുടേതാണ്? എൻ്റെതാണ്. എന്ന് വെച്ചാൽ നീ മാറ്റി വെക്കപ്പെട്ടിരിക്കുകയാണ്. ഉടമ്പടി ചെയ്ത് കോൺസെക്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സോ ഈ ഒരു വാക്ക് നമ്മൾ സഭയിൽ പല രീതികളിൽ ഉപയോഗിക്കും. നിങ്ങൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ, നിങ്ങളൊരു തിരുപ്പട്ട സ്വീകരിക്കുമ്പോൾ, നിങ്ങളൊരു സന്യസ്ത ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങൾ ബിഷപ്പാകുമ്പോൾ, കോൺസെക്രേഷൻ, എപ്പിസ്കോപ്പൽ കോൺസെക്രേഷൻ എന്ന് വെച്ചാൽ മാറ്റി വെക്കുകയാണ് ഒരു കാര്യത്തിന് വേണ്ടി. ഇത് വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. ശ്രദ്ധിച്ചേ, ഈശോ നമ്മളെ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ അത് ഒരു ഉടമ്പടിയാണ്. ഇനി നീ അവൻ്റെതാണ്, അവന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ജീവിതം. ആ ഉടമ്പടി മറക്കുമ്പോഴല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പാപം ചെയ്യുന്നത്. കിട്ടുന്നുണ്ടോ? അച്ഛൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കുറച്ച് സമയം വിചാരിക്കുകയാണ്, എൻ്റെ ശരീരം ഈ മദ്യപാനത്തിന് വേണ്ടി ഉള്ളതാണ്. അപ്പം ഞാൻ ആ ഉടമ്പടി ബ്രേക്ക് ചെയ്യും. മദ്യപാനത്തോട് ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ഞാൻ തീരുമാനിക്കുകയാണ്, എൻ്റെ ശരീരത്തെ എനിക്ക് ദുരുപയോഗിക്കാം, എൻ്റെ മനസ്സിനെ എനിക്ക് ദുരുപയോഗിക്കാം, എൻ്റെ കഴിവുകളെ എനിക്ക് ദുരുപയോഗിക്കാം. ആ കർത്താവുമായിട്ടുള്ള ഉടമ്പടി ബ്രേക്ക് ചെയ്ത് ഞാൻ ഈ പാപത്തോടൊരു കോൺട്രാക്റ്റ് എടുക്കുകയാണ്. കിട്ടുന്നുണ്ടോ? വി ആർ ഇൻ എ കവണന്റ്. നമ്മളൊരു ഉടമ്പടിയിലാണ് ദൈവമായിട്ട്. ഇത് മറന്നുപോയാൽ നിങ്ങൾ പാപം ചെയ്യും, ഞാനും പാപം ചെയ്യും. എപ്പോഴും ഓർത്തേക്കണം, ഞാൻ ആരുടേതാണ്? ദൈവത്തിൻ്റെ സ്വന്തം. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. ഞാൻ ഈശോയുടെ സ്വന്തമാണ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വരാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഉടമ്പടി ഇല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ടത് എന്ന് കാണുക. മാറ്റിവെക്കപ്പെട്ടത്, അവിടെ മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഹെബ്രായ ഭാഷയിലൊക്കെ അത് ആഴത്തിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പിടികിട്ടും. മലയാളത്തിൽ തൽക്കാലം നമുക്ക് വായിക്കാം. 2-ാമത്തെ അധ്യായം, അതിൻ്റെ 3-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാമോ? സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇത് മറ്റൊരു വാക്കാണ്, അതായത് മെയ്ഡ് സെപ്പറേറ്റ്. മറ്റ്6 ദിവസങ്ങളിൽ നിന്ന് 7-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ദിവസവും കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ, എന്ത്? ദിസ് ഈസ് ഗുഡ്. ഇത് നല്ലതാണ്. 7-ാം ദിവസം കർത്താവിനെ പറഞ്ഞേ, ഒരു പ്രൊക്ലമേഷൻ അവിടെ നടക്കുകയാണ്, ഒരു അക്നോളജ്മെന്റ് നടക്കുകയാണ്. ഇത് നല്ലതാണെന്നല്ല, 7-ാം ദിവസം നല്ലതാണെന്നല്ല പറയണേ. ആ ദിവസത്തെ സ്പെഷ്യലാക്കി വിശുദ്ധീകരിച്ച് മാറ്റിവെച്ചു. മറ്റ്6 ദിവസങ്ങൾ പോലെയല്ല ഇത്. സോ 7-ാം ദിനം, തിരുസഭയിൽ നമ്മൾ 7-ാം ദിനത്തെക്കുറിച്ച്, സാബത്ത് ആചരണത്തെക്കുറിച്ച്, ഞായറാഴ്ച ആചരണങ്ങളെക്കുറിച്ച്, ചില രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച ആചരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഈ ദിവസം സെപ്പറേറ്റ്. ആ ദിവസം നീ ഓർക്കേണ്ടത് എന്താണ്? ഞാൻ ഈശോയുടേതാണ്, ഈശോ എൻ്റേതും. എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ ജോലി, എൻ്റെ ഈ കഴിവുകൾ, എൻ്റെ ഈ സമയം, എൻ്റെ കുടുംബം, എൻ്റെ ശുശ്രൂഷ എല്ലാം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈശോയ്ക്ക് വേണ്ടിയാണെന്ന് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദിവസം, ആഴ്ചയിലെ ഒരു ദിവസം. വിശുദ്ധമാക്കിയെന്ന് വെച്ചാൽ എന്താണ്? മാറ്റി വെച്ചു. ഈ കൊന്ത ഒരു ചൈനക്കാരൻ ചൈന എന്നാണോ വരുന്നത്? ചില കൊന്തകൾ ചൈന എന്നൊക്കെയാണ് വരുന്നത്. ഇല്ലെങ്കിൽ ഒരാൾ കെട്ടി ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു സാധാരണ ജപമുത്തുകളാണ് അല്ലേ, മണിമുത്തുകൾ മാത്രമാണ്, ഒരു വള്ളി കുറച്ചത്. പക്ഷേ ഇതൊരു വൈദികൻ വെഞ്ചരിച്ച് വിശുദ്ധീകരിക്കുന്നു, മാറ്റി വയ്ക്കുന്നു. ഇതിന് പിന്നെ ഒരു പർപ്പസേ ഉള്ളൂ, പ്രാർത്ഥിക്കുക. ഈ ബലിപീഠം, ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഊറാല, ഇത് വേറെ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ചുവന്ന ഷാൾ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് അച്ചോ പ്ലീസ് ഒന്ന് കടം തരുമോ? ആണോ?
ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സോ കോൺസെക്രേറ്റഡ്, ഉടമ്പടി, മാറ്റി വെക്കപ്പെട്ടത്. നീയും അതെ, നിന്റെ ശരീരം അതെ, നിന്റെ ചിന്തകൾ അതെ, നിന്റെ ഹോൾ ലൈഫ് കോൺസെക്രേറ്റഡ്, ഉടമ്പടി ചെയ്തത്, വിശുദ്ധീകരിച്ചത്, മാറ്റിവെച്ചത്. വലതേരോട് ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈശോ ദൈവം ആ ഒരു ദിവസത്തെ വിശുദ്ധീകരിച്ച് മാറ്റിവെച്ചു. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണം, ഈ വിശുദ്ധി എന്നൊരു വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ പിന്നെ എവിടെ ഉപയോഗിക്കുന്നില്ല. അത്രയ്ക്ക് പ്രധാനമാണ് ആ 7-ാം ദിവസം. ഈ വിശുദ്ധി എന്ന വാക്ക്, വിശുദ്ധമാക്കി എന്നുള്ള വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ പിന്നെ എവിടെയും ഇല്ല. പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഉടമ്പടി. ഉടമ്പടി, അബ്രാഹുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു, നോഹയായിട്ട് ഉടമ്പടി ചെയ്യുന്നു, മോശയുമായിട്ട് ഉടമ്പടി. ഉൽപ്പത്തി പഞ്ചഗ്രന്ഥിയിലൊക്കെ പിന്നീട് ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ പിന്നെ വിശുദ്ധി കാണില്ല. അതൊക്കെ പുറപ്പാട് പുസ്തകത്തിലേക്ക് കയറുമ്പോൾ വിശുദ്ധിയുടെ ഘോഷയാത്രയാണ്. സ്ഥലം വിശുദ്ധം, കൊട്ടാരം വിശുദ്ധം, ദേവാലയം വിശുദ്ധം, വസ്ത്രം വിശുദ്ധം, കിരീടം വിശുദ്ധം, എല്ലാം വിശുദ്ധമാക്കണം എന്ന് കർത്താവ് ഇങ്ങനെ പറയണം. ഇതിങ്ങനെ കയറിപ്പോകും. വിശുദ്ധി ഉടമ്പടിയാണ്. എന്നാൽ എല്ലാം മാറ്റിവെക്കുകയാണ്. ഈ തുണി, ഇവിടുത്തെ വസ്ത്രങ്ങൾ, പുരോഹിതൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, എല്ലാം വിശുദ്ധം എന്ന് വെച്ചാൽ എന്താ? മാറ്റിവെക്കപ്പെട്ടത്. ആർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടത്? കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടത്. ഹെബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കദോഷ്. പറഞ്ഞേ, കദോഷ്. ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ? കദോഷ് ല അദോനായി. അദോനായി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവല്ലോ. അദോനായി ഏതൊരു ബസ്സിന്റെ പേരാണല്ലേ? അതല്ല, അദോനായി, ലോർഡ്, കർത്താവ്. കദോഷ് ല അദോനായി. ഒരു എന്താ പറയുക, പ്രപ്പോസിഷനാണ്. ഓഫ് എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കർത്താവിൻ്റെ കദോഷ് എന്ന് വെച്ചാൽ മാറ്റിവെക്കപ്പെട്ടത്, വിശുദ്ധം. ആ വാക്കിൽ നിന്നാണ് സുറിയാനി ഭാഷയിൽ കന്ദീശ. കേട്ടിട്ടുണ്ടോ? കന്ദീശന്മാർ എന്ന് വെച്ചാൽ എന്താ? വിശുദ്ധർ, മാറ്റിവെക്കപ്പെട്ടവർ. അതിനകത്ത് നിന്നാണ് നമുക്കൊരു വകഭേദം, കൂദാശ. കിട്ടുന്നുണ്ടോ? കദോഷ്, കന്ദീശ, കൂദാശ, ഹോളി, മാറ്റിവെക്കപ്പെട്ടത്. എന്നുവെച്ചാൽ ഈ 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം പറയുന്നതാണ്, ഈ 7-ാം ദിവസം ഒരു കൂദാശയാണ്, വിശുദ്ധമാണ്. നമ്മളെ നോക്കിയിട്ട് പറയാണ്, മാമോദീസ സ്വീകരിച്ച നീ ഇന്നു മുതൽ കന്ദീശ, വിശുദ്ധർ. അതുകൊണ്ടാണ് സഭയിൽ ഓരോ വിശ്വാസികളെയും പൗലോസിലെ ഇങ്ങനെ പറയുന്നത്, റോമായിലെ എൻ്റെ വിശുദ്ധരെ, കൊറിന്തോസിലെ, ഗലാത്യയിലെ എൻ്റെ വിശുദ്ധരെ. സ്വർഗത്തിൽ കയറി ഇരിക്കുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ സുവിശേഷം കേട്ട എല്ലാവരും. മാമോദീസ ജലം തലേ വീണത് മാറ്റിവെക്കപ്പെടാൻ, കദോഷ്, കന്ദീശ, വിശുദ്ധരാവാൻ, കൂദാശകളാവാൻ മാറ്റിവെക്കപ്പെട്ടതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആ അഡ്രസ് ഇങ്ങനെയാണ്, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വന്തം ആണ് നീ. വേറെ ഒന്നിനും നിന്റെ മേൽ അവകാശമില്ല. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ പരിശുദ്ധിയെ കാണിക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മഹത്വം. എന്താണ് വാക്ക്? മഹത്വം, ഗ്ലോറി, ഡോക്സ. കർത്താവിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടി വിശുദ്ധി മാറ്റിവെക്കപ്പെട്ടതെന്ന് ഉപയോഗിച്ച വാക്ക് ഏതാണ്? കദോഷ്. മഹത്വം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഡോക്സ. ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന ഡോക്സ, ഗ്ലോറി. നിങ്ങൾ സങ്കീർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം എടുക്കാവോ? സങ്കീർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം. ഈ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. മഹത്വം, പരിശുദ്ധി, ദൈവത്തിൻ്റെ പരിശുദ്ധി, പരിശുദ്ധനായ ദൈവം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് സങ്കീർത്തനം 8 അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാമോ? സങ്കീർത്തനം 8:1 വായിച്ച്. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം, അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. 19-ാമത്തെ സങ്കീർത്തനം ഒന്ന് എടുക്കാവോ? Psalm 19, 19-ാമത്തെ സങ്കീർത്തനം 19 അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലെ വിളംബരം ചെയ്യുന്നു. ലേവ്യരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം എടുത്തേ. പുറപ്പാട്, ലേവ്യർ, സംഖ്യ. ലേവ്യരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ലേവ്യരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. പെട്ടെന്ന് എടുക്കുക. അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും. കർത്താവിനെ സമീപിക്കുന്നവർ കർത്താവ് എന്ത് കാണിച്ചു കൊടുക്കും? കർത്താവ് പരിശുദ്ധനാണ്. കർത്താവിൻ്റെ പരിശുദ്ധി കാണിച്ചു കൊടുക്കും. അടുത്ത വാക്യം വായിച്ചേ. എല്ലാ ജനതകളുടെയും മുമ്പിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്, മറ്റൊരു വാക്കാണ് മഹത്വം. ശ്രദ്ധിക്കണം, പരിശുദ്ധനായ ഒരു ദൈവമാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. എന്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്?
മാറ്റി നിർത്തപ്പെട്ടു, വിശുദ്ധിയിലേക്ക് മാറ്റി നിർത്തപ്പെട്ടു. ശ്രദ്ധിച്ചിരിക്കണേ, കണക്ട് ചെയ്ത് ചിന്തിക്കണേ. പരിശുദ്ധനായ ദൈവം പരിശുദ്ധിക്ക് വേണ്ടി നമ്മളെ മാറ്റി വെച്ചിരിക്കുന്നു. പത്രോസ്ലീഹ ലേവ്യരുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിലെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുക. എന്ന് വെച്ചാൽ വിളിച്ചവനെ പോലെ ആവുക. വിളിച്ചത് ദൈവം, മഹത്വമുള്ള ദൈവം, പരിശുദ്ധനായ ദൈവം. നമ്മൾ എങ്ങനെയായിരിക്കണം? പരിശുദ്ധരായിരിക്കണം. നോ കോംപ്രമൈസ്. 1-2 നന്മ ചെയ്തു, 5 പേർക്ക് ചോറ് മേടിച്ചു കൊടുത്തു, നോ. ഈ ഒറ്റ വാക്യത്തിലാണ് പല നന്മകളും നമ്മൾ ഒതുക്കി വെച്ചേക്കുന്നത്. അന്ത്യവിധിയുടെ സമയത്ത് ഈശോ വന്ന് ചോദിക്കും, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ ഒടിപ്പിച്ചോ? ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ കണ്ടോ? അതിലേക്ക് മാത്രമായിട്ട് നമ്മുടെ നന്മ ഒതുക്കി വെച്ചിരിക്കുകയാണ്. സുവിശേഷങ്ങളിൽ ഈശോ വേറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് കർത്താവ് പറയാണ് വിശുദ്ധി, വിശുദ്ധി, പരിശുദ്ധി. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവിൻ്റെ കൽപ്പനകൾ മുഴുവൻ പറഞ്ഞേക്കുന്നത് ഈ വിശുദ്ധിയെക്കുറിച്ച്, പരിശുദ്ധിയെക്കുറിച്ചാണ്. അപ്പസ്തോലന്മാരും പൗലോസ്ലീഹയും എല്ലാവരും വിശുദ്ധരും ഒക്കെ പറഞ്ഞേക്കുന്നത് ഈ പരിശുദ്ധിയെക്കുറിച്ചാണ്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 8-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാമോ? അതായത് ഈ ദൈവത്തിൻ്റെ അതേ മഹത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തെ അതിനോട് ചേർത്ത് വായിക്കാൻ പറ്റും. ദൈവം തൻ്റെ ഛായയിൽ, സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം എങ്ങനെ ആയിരുന്നോ അതേ ഛായയിൽ, സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. 8-ാമത്തെ അധ്യായം സങ്കീർത്തനം 8 അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാമോ? എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. മഹത്വം എന്താന്ന് പിടികിട്ടുന്നുണ്ടോ? ചേർത്ത് ചിന്തിക്കണം. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ? അത് ഇപ്പോൾ ഉണ്ടോ? തന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ ഈ മഹത്വം, പരിശുദ്ധി? ഇല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:22 എടുക്കാം. റോമ 3:22 ഇപ്പോൾ ഉണ്ടോയെന്നറിയാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം വായിച്ചു. പാപം ചെയ്യുമ്പോൾ ഒരു അപകടത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. റോമ 3:23, റോമൻസ് 3:23 വായിച്ചേ. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. യു ലോസ്റ്റ് ദ, എന്താ വാക്ക് നമ്മൾ പറയാ, അവകാശം. ദൈവമഹത്വം നിനക്ക് അവകാശമാണ്. നിന്നെ സൃഷ്ടിച്ച് നിന്നെ വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തിയതാണ്. കർത്താവിന് വേണ്ടി മാറ്റി നിർത്തിയതാണ് നമ്മുടെ ജീവിതം എല്ലാം. പക്ഷെ പാപം ചെയ്തപ്പോൾ എന്ത് പറ്റി? ദൈവമഹത്വത്തിന് അയോഗ്യരായി. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ? ഈശോ പറയാണ്, നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. തൊട്ടടുത്ത വാക്യം വായിച്ചേ. ഈശോ ചെയ്തോളും. വായിക്കേ. അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. നമ്മളൊന്ന് കർത്താവിന് വിട്ടുകൊടുത്താൽ, കർത്താവ് എനിക്കൊരു അബദ്ധം പറ്റി, ഈ പാപം ഞാൻ ചെയ്തു, നീ എനിക്ക് തന്ന മഹത്വം നഷ്ടപ്പെടുത്തി, ഇപ്പോൾ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്, ഈ നന്മ, ഈ വെളിച്ചം മുഴുവൻ നഷ്ടപ്പെട്ട ഇരുട്ടിലാണ്. കർത്താവിൻ്റെ മുമ്പിലേക്കെല്ലാം കൊടുത്തേക്കുക. അവൻ്റെ കൃപയിൽ സൗജന്യമായി അവൻ നമ്മളെ നീതീകരിക്കും. നഷ്ടപ്പെട്ട മഹത്വം തിരിച്ചു തരാൻ ഒറ്റ ആൾക്കേ പറ്റുള്ളൂ. ആർക്ക്? ഈശോയ്ക്ക് മാത്രം. ഈശോയ്ക്ക് മാത്രം. എവിടെ വായിച്ചതാണ് ഇങ്ങനെ, ആരോ പറഞ്ഞതെന്നാണെന്ന് എൻ്റെ ഓർമ്മയില്ല. ഈ ദൈവം തൻ്റെ ഛായയിൽ, സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അതിനൊരു മോഡൽ വേണമല്ലോ, ഒരു മോഡൽ വേണമല്ലോ. ദൈവത്തിന് രൂപം ഇല്ല എന്ന് നമ്മുടെ ഒരു ചിന്തകളിലുണ്ട്. അപ്പം ഇങ്ങനെ വായിച്ചതാണ്. എൻ്റെ തിയോളജിക്കൽ ബേസിക് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുതരികയാണ്. അപ്പോൾ ദൈവം, ഈ പിതാവ്, ഈ സൃഷ്ടികർമ്മം നടത്തുന്നത് ഈശോയെ നോക്കിക്കൊണ്ടാണ്. ഇതൊരു വലിയ വലിയ സംഭവമായിട്ടൊന്നും എടുത്തേക്കരുത്. നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ, ചിന്തകൾക്ക് വേണ്ടി മാത്രം ഞാൻ വിട്ടുതരികയാണ്, നിങ്ങളുടെ ഫ്രീഡത്തിന് വേണ്ടി. ഒന്നും പോയി പ്രസംഗിച്ചേക്കരുത്. ഈശോയെപ്പോലെ നമ്മളെ സൃഷ്ടിച്ചു. കിട്ടുന്നുണ്ടോ? ഈശോയെപ്പോലെ നമ്മളെ സൃഷ്ടിച്ചു. നമ്മളാരെപ്പോലെ ഇരിക്കുന്നു? ഈശോയെപ്പോലെ ഇരിക്കുന്നു. കിട്ടുന്നുണ്ടോ? ഒരു സ്പിരിച്വൽ സെൻസിൽ അതിനെ എടുത്താൽ മതി. ദൈവം തൻ്റെ ഛായയിൽ, സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ ഛായയും സാദൃശ്യവും മാംസം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു ഈശോ. എന്തിന്? നമ്മളെ ഈശോയെപ്പോലെ ആക്കാൻ. നഷ്ടപ്പെട്ടു പോയ ആ ഛായ, സാദൃശ്യം, ആ പ്യൂരിറ്റി, ആ ഫ്രീഡം, ആ സന്തോഷം തിരിച്ചു തരാൻ വേണ്ടി ആ ഈശോ താഴേക്ക് വന്നു, നമ്മളെ ഈശോയെ പോലെ ആക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആ മഹത്വത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ. പലതൊരു വ്യക്തി ശക്തിയോടെ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു ചിന്ത ഇന്ന് ഇപ്പോൾ ഈ ഒരു സമയം അവസാനിപ്പിക്കാൻ പോകുന്നത് ആ മഹത്വമുള്ള ആ പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അച്ഛന് നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പരിശുദ്ധൻ എന്നൊരു വാക്ക് പറഞ്ഞോ. ശ്രദ്ധിച്ചിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾക്കൊക്കെ പറ്റിപ്പോകുന്നൊരു അബദ്ധമാണ് ഈ ദൈവത്തെ
ഭയങ്കരമായിട്ട് താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. സ്നേഹമാണ്, നസറായനാണ്, ആശാരിക്കാരനാണ്, അല്ല ആശാരിയാണ്, കൂട്ടുകാരനാണ്. നല്ലതാണിതൊക്കെ ആണോ? മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പൻറ്റർ എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിൽ എഴുതി വെക്കാൻ നല്ലതാണ്. പക്ഷെ യു ആർ ഡീമീനിങ് ദ ഡിവൈൻ. മഹത്വമുള്ള എന്തോ ഒന്നിനെ താത്തി കൊണ്ടുവരികയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്പിരിച്വൽ സെൻസിന് വേണ്ടി നമുക്കിങ്ങനെ പറയാം, ഈശോ എൻ്റെ കൂട്ടുകാരനാണ്, ഈശോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഈശോ എൻ്റെ ചങ്കാണ്, എൻ്റെ ഈശോ എന്നൊക്കെ പറയാം. നിങ്ങളുടെ കുഞ്ഞുവാവയ്ക്ക് ആത്മീയ ഉണർവ് ഉണ്ടാകാൻ വേണ്ടി നല്ലതാണ്. അച്ഛൻ പറയുന്നത് പിടിയിട്ടുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ എല്ലാവരും മാരകഭാവം ചെയ്തെന്നല്ല അച്ഛൻ പറയുന്നത്. ബട്ട് ഈ ലെവൽ ആദ്യം മനസ്സിലായേക്കണം. നീ ഈ ആരാധിക്കുന്ന ഈ ദൈവം ആരാന്ന് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ ഈ തെറ്റിലേക്ക് പോകുന്നത്. ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹി ഈസ് ഹോളി, പരിശുദ്ധനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ 2 തവണ അത് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഏശയ്യാ 6, 2 വെളിപാട് 4. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എവിടെയും ദൈവം സ്നേഹം സ്നേഹം സ്നേഹം, കരുണ 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 എന്ന് പറയുന്നില്ല. ദൈവം എവിടെയും പിതാവ് 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 എന്ന് പറയുന്നില്ല. ഒരൊറ്റ സ്വഭാവം, ഒരൊറ്റ ക്യാരക്ടറിസ്റ്റിക്കേ ആവർത്തിച്ച് പറയുന്നുള്ളൂ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഈ യഹൂദ ലാംഗ്വേജ് രീതി, അവരുടെ ഒരു പ്രയോഗ രീതിയിൽ ഒരു വാക്ക്, നല്ല ശ്രദ്ധയോടെ ഇരിക്കണേ, ഒരു വാക്ക് അടുപ്പിച്ച് 3 തവണ ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം മാറും. ശ്രദ്ധിച്ചിരുന്നോണം. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവം പരിശുദ്ധൻ, ഹി ഈസ് ഹോളി. രണ്ടാമത് വരുമ്പോൾ അതിനൊരു കമ്പാരിറ്റീവ് മീനിങ് വരുവാണ്, ഹി ഈസ് ഹോളിയർ, മറ്റാരെയും കാൾ പരിശുദ്ധൻ. ഇനി മൂന്നാമത് അത് അടുപ്പിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഇൻ ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി, പരിശുദ്ധൻ. ഈ ദൈവത്തെ പോലെ പരിശുദ്ധനായി മറ്റ് ആരും ഇല്ല. നോട്ട് ഈവൻ എ സിംഗിൾ പേഴ്സൺ, നോട്ട് ഈവൻ എനി ഡിവൈൻ കൺസെപ്റ്റുകൾ, ഒന്നുമില്ല. പരിശുദ്ധൻ, മറ്റാരെയും കാൾ പരിശുദ്ധൻ, ദ ഓൺലി ഹോളി വൺ. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഓർത്തേക്കണം. മറ്റൊന്നിനെക്കുറിച്ചും കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ചത് പറയുന്നില്ല. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഓർത്തേക്കണം ഈ കാര്യം. മറന്നുപോയേക്കൽ. നമ്മൾ ഈ നിൽക്കുന്നത് ആരുടെ മുമ്പിലാണ്? നമ്മൾ ആരുടെ സർവൈലൻസിലാണ്? നമ്മൾ ആരുടെ സ്വന്തമാ? ഈ പരിശുദ്ധനായ ദൈവത്തെ ഓർത്തേക്കണം കേട്ടോ. മറന്നുപോയേക്കൽ ഈ കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം എടുക്കാമോ? ഒരു കുഞ്ഞു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം. കുമ്പസാരത്തിനൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ ഓർത്താൽ ചങ്കടിച്ചു പോകും. പിന്നെ കുമ്പസാരൊക്കെ കൂട്ടി എഴുന്നേറ്റ് വരാൻ പോലും തോന്നുകയില്ല. ഇതുപോലത്തെ ഒരു കാര്യമാണ് ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഏശയ്യായുടെ ജീവിതത്തിലെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു തരുന്നത്. കിട്ടിയോ? ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം, ഐസയ്യാ ചാപ്റ്റർ 6. പെട്ടെന്ന് എടുത്തേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1-ാം വാക്യം വായിച്ച് ഉറക്കെ വായിക്കും. ഉസ്സിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. ഇതേ സിറ്റുവേഷൻ വേറെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ ഇങ്ങനെ ഒരു സ്വർഗ്ഗദർശനം കാണുകയാണ്. സിംഹാസനം, സിംഹാസനസ്ഥൻ, കുഞ്ഞാട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണുകയാണ്. ഒപ്പം തന്നെ ഈ മാലാഖമാരെയും അവരുടെ ചിറകുകളെയും യോഹന്നാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 പേരും കാണുന്ന ഒരേ സാധനമാണ്, ഒരേ സംഭവമാണ്, ഒരേ പരിശുദ്ധ സാന്നിധ്യമാണ് 2 പേരും കാണുന്നത്. ദൈവ സാന്നിധ്യം കാണുകയാണ്. ഇനി ശ്രദ്ധിച്ചേ, അച്ഛൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 3-ാമത്തെ വാക്യം. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം, വാക്ക് ശ്രദ്ധിക്കണേ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഭൂമിയിലേക്ക് ആ പരിശുദ്ധി നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 8-1, 19-1 നമ്മൾ വായിച്ചു. ആകാശവിധാനങ്ങളും ഭൂമി മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, പരിശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 4-ാമത്തെ വാക്യം വായിച്ചേ. അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്യുന്നു. ഇനിയുള്ളത് ഒരുമിച്ച് വായിച്ചു. ഏശയ്യായുടെ ഒരു പ്രഖ്യാപനമാണ്. വായിച്ചേ. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച്, ഈ പ്രാർത്ഥന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ സീറോ മലബാർ കുർബാനയുടെ സമയത്ത് വൈദികൻ ഒറ്റയ്ക്ക് ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഒന്നാണ്. അച്ഛന്മാർ ഒറ്റയ്ക്ക് ചെല്ലുന്ന പ്രാർത്ഥനകളില്ലേ? നിങ്ങൾ തക്സ എടുത്ത് നോക്കുമ്പോൾ പറയാം, വൈദികൻ സ്വഗതമായി ചെല്ലുന്നു, മൗനമായി ചെല്ലുന്നു. ഈ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശേഷം അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഒരു വലിയ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് കൂദാശവചനങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ, കാരണം ഒരു വൈദികനെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ ഈ
നമ്മുടെ വിശുദ്ധ ജനം, നമ്മുടെ ജനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെൻ്റാണ്. കുർബാനയിൽ ഒരു പ്രധാനപ്പെട്ട മൊമെൻ്റ് ഒന്നുമല്ല, ഫ്രം ബിഗിനിങ് ടു എൻഡ് പ്രധാനപ്പെട്ടതാണ്. എന്നാലും നമുക്കൊരു ആത്മീയമായിട്ട് വളരെ നമ്മുടെ ശ്രദ്ധ ഒന്ന് മുറുകെ പിടിക്കുന്നൊരു സമയമാണ്. ഏത് കൂതാശവചനങ്ങളുടെ സമയമാണോ? ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. ആ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പാണ് വൈദികൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഈ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ ചങ്കടിച്ചു പോകുന്ന പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ചങ്കടിച്ചു പോകുന്നൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഇത് നിൻ്റെ ഭവനമാണ്. എൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളാക്കി പറഞ്ഞു. കാരണം യാക്കോബ് ദൈവദർശനം കാണുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയൊക്കെ കൂടെ ചേർത്ത് ഇത് കർത്താവിൻ്റെ ഭവനമാണ്, ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, കർത്താവിനെ നേരിട്ട് കാണാൻ അനുഗ്രഹം ലഭിച്ച എൻ്റെ കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥന. എന്നിട്ട് ഈ യേശയ്യ പറഞ്ഞ കാര്യം ഇങ്ങനെ ഈ വൈദികൻ ഇങ്ങനെ ചൊല്ലും. കർത്താവേ, എനിക്ക് പറ്റൂല, എനിക്ക് ദുരിതം, നിന്നെ കാണാൻ എനിക്ക് പറ്റിയല്ലോ, നിൻ്റെ ഭവനത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റിയല്ലോ. വലിയ 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 ആത്മീയ ഉണർവിൻ്റെ സമയം, എളിമപ്പെടലിൻ്റെ സമയം, അനുഗ്രഹം നിറഞ്ഞ ഒരു വൈദികനിലേക്ക് വലിയൊരു അഭിഷേകം നിറയുന്നൊരു സമയമാണത്. ഈ പ്രാർത്ഥന യേശയ്യ പ്രാർത്ഥിക്കുകയാണ്. വെറും പ്രാർത്ഥനയൊന്നല്ല ഇത്. അയാൾ പേടിച്ചിട്ടാണ് ഇത് പറയുന്നത്. ആരെങ്കിലും വെറുതെ പറയും എനിക്ക് ദുരിതം എന്ന് ആരെങ്കിലും പറയോ? വല്ലാത്തൊരു മൊമെൻറ്റിലല്ലേ നമ്മൾ പറയുന്നത്, വല്ല ദുരന്തമായിപ്പോയി കേട്ടോ എന്ന് പറയുന്നത്. എന്നാ ഈ ദുരിതം? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത് വായിച്ചിട്ടുണ്ടല്ലോ ഈ വചനഭാഗം നേരത്തെ. എന്നാ ഈ ദുരിതം? കർത്താവിനെ കാണാൻ പറ്റുക പറഞ്ഞാൽ ഒരു ഭാഗ്യമല്ലേ? അല്ലേ? നമ്മുടെ ആഗ്രഹം എന്താണ്? മരിച്ച സ്വർഗ്ഗത്തിൽ കർത്താവിനെ നേരിട്ട് കാണണം. അതൊരു വലിയ ഭാഗ്യമാണ്. പഴയ നിയമത്തിലെ ഒരു പശ്ചാത്തലം അനുസരിച്ച് ഒരു പ്രവാചകന് കർത്താവിനെ നേരിട്ട് കാണാൻ പറ്റുന്നു, ഭാഗ്യമാണ്. മോശ പോലും മൂടുപടമിട്ട് കണ്ടു, തീജ്വാലകളിൽ കണ്ടു എന്നൊക്കെ പറയുന്നത് ദൈവത്തെ കാണാൻ പറ്റുന്നു, സ്വർഗം തുറക്കപ്പെടുന്നത് കാണാൻ പറ്റുന്നു, ദൈവ സാന്നിധ്യം കാണുകയാണ്. എന്നിട്ട് ഇയാൾ എന്തിനാ ഇങ്ങനെ കടന്ന് സങ്കടപ്പെടുന്നത്? എനിക്ക് ദുരിതം. എന്താണ് ദുരിതം? നമ്മുടെ ബൈബിൾ വായനയുടെ ഒരു രീതി അനുസരിച്ച് യേശയ്യ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ദൈവവിളി കിട്ടിയ ആളാണോ? ഒരു ചെറുപ്പക്കാരനാണ്, ഒരു കൊച്ചപ്പനാണ്. ആ ചെറുപ്പത്തിൽ കിടന്നാണ് ഇയാൾ ഈ പറയുന്നത് എനിക്ക് ദുരിതം. ഈ ദുരിതം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് പിടികിട്ടണമെങ്കിൽ 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കണം. പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ. 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. ദുരിതം എന്നാന്ന് അവിടെ കിടപ്പുണ്ട്. വായിച്ചേ. ഉസ്സിയാ രാജാവ് മരിച്ച വർഷം. അത്രയും മതി, 1-ാം വാക്യം മുഴുവൻ വായിക്കണ്ട. ഇവിടെയാണ് ദുരിതം. എന്താണ് ദുരിതം? നമ്മൾ അധികം മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരാളാണ് ഈ ഉസ്സിയ, അല്ലേ? കാരണം ഇത് ദൈവിക കൺസെപ്റ്റ്, ദൈവത്തെ കാണുന്നു, യേശയ്യയുടെ ദൈവവിളിയുടെ സമയം, സറാഫ് വരുന്നു, ഭയങ്കര ഒരു സംഭവമാണ്. പക്ഷെ എന്തിനാണ് ഇവിടെ ഈ ഉസ്സിയായെ പറയേണ്ട കാര്യം? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴേലും? ഉസ്സിയ രാജാവ് എന്നാ സംഭവിച്ചു? മരിച്ചു. ഇയാൾ എങ്ങനെ മരിച്ചു? ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം അതിൻ്റെ 26-ാമത്തെ അധ്യായം എടുക്കാവോ? 2 Chronicles chapter 26, 26-ാം അധ്യായം. ടൈറ്റിൽ വായിച്ചേ. ഉസ്സിയ മിടുക്കനായ ഒരു രാജാവാണ്. ഉസ്സിയ മിടുക്കനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-ാമത്തെ വാക്യം വായിച്ചു. അയാൾ എന്നാ മിടുക്കനാന്ന് അറിയാൻ പറ്റും. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും അവന് ഐശ്വര്യം ദൈവം നൽകി. ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടൊരു ലൈഫായിരുന്നു. ചെറിയൊരു പ്രശ്നമുണ്ട്. 16-ാമത്തെ വാക്യം വായിച്ചു. 16 വായിച്ച്. 26-16 വായിച്ച്. പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു, അതവനെ നാശത്തിലേക്ക് നയിച്ചു. വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഇനി എന്നെ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ എന്നെ നോക്കിയിരിക്കും. ഉസ്സിയയ്ക്ക് ഇങ്ങനെ പതുക്കെ അഹങ്കാരം വന്നു. രാജാവാണ്, ദൈവം അനുഗ്രഹിച്ച ഒരു ജീവിതം, കോൺസെക്രേറ്റഡ് ലൈഫ്, കർത്താവിൻ്റെ വിശുദ്ധ ജീവിതം, കർത്താവ് എല്ലാം തൊടുന്നതൊക്കെ അനുഗ്രഹമാക്കി മാറ്റുന്നു. പതുക്കെ അഹങ്കാരം വരുന്നു. അഹങ്കാരം അവനെ നാശത്തിലേക്ക് നയിച്ചു. എന്താണ് നാശം? എന്താണ് ദുരിതം? ഒരു ദിവസം ഉസ്സിയ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തി. ദേവാലയത്തിൽ ഞാൻ കയറാൻ പോവാണ്, ബലി ഞാൻ അർപ്പിക്കാൻ പോവാണ്. പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കണേ. പ്രശ്നമുണ്ട്. കാരണം അത് പുരോഹിതന് പറഞ്ഞിരിക്കുന്ന ജോലിയാണ്. അത് പുരോഹിതൻ എന്ന് വെച്ചാൽ എല്ലാ പുരോഹിതന്മാർക്കുള്ള ജോലിയാണോ? അല്ല. അതും പ്രധാനപ്പെട്ട ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പുരോഹിതന്മാർ കയറില്ല. നമ്മുടെ ഇന്നത്തെ പള്ളിയെ പോലെ ചിന്തിക്കല്ലേ. യഹൂദരുടെ ദേവാലയം എല്ലായിടത്തും കയറുകയല്ല. ദർ ഇസ് എ പ്ലേസ് കോൾഡ് ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലം. കയറും അവര്. പ്രധാനപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എളുപ്പത്തിൽ വീട്ടിൽ ലൂക്കാസ് സുവിശേഷം 1-ാമത്തെ അധ്യായം സക്കറിയായിക്ക് നറുക്ക് വീണു. അയാൾ ധൂപം അർപ്പിക്കാൻ വേണ്ടി കയറി, നറുക്ക് വീണു. കിട്ടുന്നുണ്ടോ? ഇപ്പം ജോസഫ് അച്ഛൻ, നോബിളച്ചൻ, ചെറിയാനച്ചൻ, ലിജോ അച്ഛൻ, ഞാൻ, ഞങ്ങൾ 5 അച്ഛന്മാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ധ്യാനം നയിക്കാൻ വേണ്ടി നറുക്കിടുവാണ് ചെയ്യുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേനും ജോസഫ് അച്ഛൻ വരൂ, നമുക്ക് നറുക്കിടാം. ജിൻസ് അച്ഛാ ഈ ക്ലാസ് അച്ഛൻ. അങ്ങനെയാണോ ഈ ഡ്യൂട്ടി? നാളത്തെ കുർബാന ഞങ്ങൾ നറുക്കിട്ടാണോ തീരുമാനിക്കുന്നത്? ബലിയർപ്പണം ആണോ? അല്ല. പക്ഷെ എന്താണ് അവിടെ ഒരു നറുക്കിടൽ നടക്കുന്നത്? കാരണം ദൈവം തിരഞ്ഞെടുക്കാതെ ആർക്കും കയറാൻ പറ്റില്ല. അതാണ് നറുക്ക്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്, 11 പേരേ ഉള്ളൂ, 12-ാമനെ വേണം. അതുകൊണ്ട് അവർ നറുക്കിട്ടു. മത്യാസിന് കുറി
വീണു. ദൈവം തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടയാളമാണ് എന്ത്? കുറി. നിങ്ങളിത് വായിച്ചിട്ടുണ്ടാവും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിൻ്റെ സാക്ഷ്യങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വ്യാഖ്യാനങ്ങൾ ഇതിനെക്കുറിച്ച് കിടപ്പുണ്ട്. അങ്ങനെ അതിവിശുദ്ധ സ്ഥലത്ത് കയറുന്ന ഈ പുരോഹിതൻ്റെ അരയിലൊരു കയർ കെട്ടും. അരയിലൊരു കയർ കെട്ടിയിട്ട് ആ കയറിൻ്റെ അറ്റം പള്ളിക്ക് പുറത്തേക്ക് വലിച്ചിടും. എന്തിനാണെന്നറിയോ? അന്നത്തെ ഒരു അവരുടെ വിശ്വാസത്തിൻ്റെ അത്രയും ഹയസ്റ്റ് ലെവലിൽ ഈ പുരോഹിതൻ എങ്ങോട്ടാണ് കയറിയേക്കുന്നത്? അതിവിശുദ്ധ സ്ഥലം. പഴയ നിയമത്തിലെ ചില നിയമങ്ങളും ചില വ്യാഖ്യാനങ്ങളും അനുസരിച്ച് കർത്താവിൻ്റെ മലയെ തൊടുന്നത് ഒരു മൃഗമാണെങ്കിലും അവനെ കത്തിച്ച് കളയണമെന്നാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വിറകൊള്ളും, നീ തീർന്നു പോകുന്ന പറഞ്ഞു. ഇവരുടെ ഒരു ചിന്ത അതായിരുന്നു. ഈ പുരോഹിതൻ വർഷത്തിലൊന്ന് ഈ പ്രധാനപ്പെട്ട തിരുനാളിൽ അതിവിശുദ്ധ സ്ഥലത്ത് കയറിയാൽ കർത്താവിൻ്റെ സാന്നിധ്യം താങ്ങാൻ പറ്റാതെ അവൻ അവിടെ കിടന്ന് മരിക്കും. മരിച്ചാൽ എന്ത് ചെയ്യും? എടുത്തോണ്ട് പോവാൻ ആംബുലൻസ് അകത്ത് കയറത്തില്ല. ചേട്ടോ ഞാൻ വരാമെന്ന് പറഞ്ഞ കപ്പ്യാർ കയറുകയല്ല, കയറാൻ പാടില്ല. അതുകൊണ്ട് വലിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് കയർ കെട്ടിയിട്ട് കയറ്റിവിടുന്നത്. പിടികിട്ടുന്നുണ്ടോ? അത്രയ്ക്ക് അവർക്ക്. നിങ്ങൾ ഇനി ഞാൻ പറയുമ്പോഴേ ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ വിശുദ്ധ കുർബാന കയറുന്ന നമ്മൾ, യു ഷുഡ് തിങ്ക്, നമ്മളെങ്ങനെ ഈ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കണമെന്നൊന്ന് ചിന്തിച്ചേക്കണേ. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറ ഹല്ലേലൂയാ. അങ്ങനെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാൻ വേണ്ടി ഈ ഉസിയ അഹങ്കാര പ്രമത്തനായി അവൻ്റെ വീഴ്ചയുടെ പടികളിൽ ഒന്നിന് അവൻ തീരുമാനിക്കുകയാണ്. ദേവാലയത്തിലേക്ക് നേറും 80 പുരോഹിതന്മാർ ചുറ്റും നിന്ന് പറഞ്ഞു, രാജാവേ നീ രാജാവാണ്, പക്ഷേ ഇത് ചെയ്യരുത്. കാരണം നീ കയറി കളിക്കാൻ പോകുന്നത് നിന്റെ രാജ്യത്തേക്കല്ല. ആരുടെ രാജ്യത്തേക്കാണ്? കർത്താവിൻ്റെ സ്ഥലത്തേക്കാണ്. കയറരുത്. രാജാവ് പറഞ്ഞു, ഐ ആം ദ കിങ്. മോളിലിരുന്നത് കിങ് ഓഫ് കിങ്സ് അത് കേട്ടു. ഉസിയ അകത്ത് കയറി തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ നിന്ന് ആദ്യത്തെ കഷ്ണം മാംസം അറ്റു വീണു. ബൈബിളിലെ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ രോഗങ്ങളിലൊന്ന് കുഷ്ഠം ബാധിച്ച് അവൻ അധികം നടന്നു പോകാതെ മരണപ്പെട്ടു. ഹലോ, കിട്ടുന്നുണ്ടോ? ഉസിയ മരിച്ചു. എങ്ങനെ മരിച്ചു? ദൈവസാന്നിധ്യം കണ്ട് താങ്ങാൻ പറ്റാതെ അയാൾ കുഷ്ഠം വന്നു മരിച്ചു. യെശയ്യാ 6 ഉസിയ രാജാവ് മരിച്ച ആ വർഷം യെശയ്യാ അതേ ദർശനം കാണുകയാണ്. ഇപ്പം തട്ടിപ്പോവും. പേടിച്ചു. കാരണം എൻ്റെ രാജാവ് ഇപ്പം മരിച്ചു കിടക്കാണ്. ഈ ഒറ്റ കാരണം കൊണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടിട്ട് മരിച്ചു കിടക്കാണ്. ഉസിയ രാജാവ് മരിച്ച വർഷം ആ സിംഹാസനം, ആ മാലാഖമാരെ, ആ ദൈവ സാന്നിധ്യത്തിൽ ഞാൻ കാണുകയാണ്. എനിക്ക് ദുരിതം. പിടികിട്ടുന്നുണ്ടോ? ആ എളിമയിൽ നിന്നുകൊണ്ട് അയാൾ പറയാണ്, കർത്താവേ ഞാനിപ്പം മരിക്കും. കാരണം രാജാവ് മരിച്ചെങ്കിൽ ഈ പാപിയായ അശുദ്ധമായ അധരങ്ങളുള്ള അശുദ്ധമായ നാവുള്ള എൻ്റെ കാര്യം എന്തായിരിക്കും? ഓർത്തേക്കണേ, യേശയ്യാ ഈ ദൈവ സാന്നിധ്യം കണ്ട് വിറകൊണ്ടു. ആ ദൈവ സാന്നിധ്യത്തിൽ അയോഗ്യതയോടെ കയറിയ ഉസിയ മരിച്ചു വീണു. കർത്താവ് കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീ ബലിപീഠത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഈ അച്ഛൻ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛൻ ചിലപ്പോൾ പാപം ചെയ്തിട്ടായിരിക്കും ഈ ബലിപീഠത്തിന് വരുന്നത്. എനിക്കൊരു ബോധം ഉണ്ടാവില്ല ഞാൻ നിൽക്കുന്നത് ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിലാണെന്ന്. അവൻ ശിക്ഷിക്കുന്നൊന്നുമില്ല. കരുണ 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 കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻസേ നന്നാവ്, മക്കളെ നന്നാവ്, ഞാൻ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാവെന്ന് ശ്രമിക്ക്. കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ അങ്ങനെയൊന്നും അല്ല. ഈശോയുടെ ആ കരുണയെ നമ്മൾ ചോദ്യം ചെയ്യരുത്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധനായ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെ യേശയ്യാ എളിമപ്പെട്ടപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. സെറാഫുകളിലൊന്ന് അവിടെ നിന്ന് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരു കൊടിലിൽ ഒരു തീക്കനലുമായി അടുത്തേക്ക് വന്ന് അവനെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ നാവിനെ സ്പർശിച്ചിരിക്കുന്നു, നീ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. കുമ്പസാരം നടക്കുകയാണ്. പിടികിട്ടുന്നുണ്ടോ? എളിമപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. കർത്താവ് എനിക്ക് പറ്റില്ല കേട്ടോ, നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുമ്പോൾ സെറാഫുകളിൽ ഒന്ന് വന്ന് നിങ്ങളെ തൊടും. നിങ്ങൾ കുമ്പസാരക്കൂടിനെ സമീപിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനെ നോക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയെ നിങ്ങൾ നോക്കുക. നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി കർത്താവ് നിയോഗിച്ച നിങ്ങളുടെ കാവൽമാലാക ആ സെറാഫിനെ നോക്കുക. നിങ്ങളൊന്ന് അനുദപിക്കാൻ, നിങ്ങളൊന്ന് ശുദ്ധീകരിക്കപ്പെടാൻ, നിങ്ങളുടെ ഉള്ളിലേക്ക് ആ തീക്കനല് പരിശുദ്ധാത്മാവിനെ ഒന്നും കൂടെ തരാൻ വേണ്ടി സ്വർഗം മുഴുവൻ സന്നിഹിതമാണ് കുമ്പസാരക്കൂട്ടിൽ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇനി ആഴത്തിലൊന്ന് വായിച്ചു നോക്കണം, സമയം പോലെ. ഈ യെശയ്യാ ദർശനങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ദർശനമാണ് യെശയ്യാ 7:14. ഒരു കുഞ്ഞ് ജനിക്കും, ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ എന്നവൻ അറിയപ്പെടും. ഇത് ആരെക്കുറിച്ചുള്ള പ്രവചനമാണ്? ഈശോയെക്കുറിച്ച്. ഇനി മുഴുവൻ വായിച്ചു നോക്കിയോ. പ്രത്യേകിച്ച് നമ്മൾ 42 മുതലുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞൊരു 4 തവണ ദർശനം കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ടോ?
ഭാവി മഹത്വം, രാജാവ് വാഴുന്നു, ഒരേ രാജാവ്, ആ രാജാവ് എല്ലാം ഭരിക്കും. എന്നാൽ അവൻ സഹിക്കേണ്ടി വരും, അവൻ ക്ഷതമേൽപ്പിക്കപ്പെടും, അവൻ അകാരണമായിട്ട് പീഡിപ്പിക്കപ്പെടും, അവൻ്റെ രക്തത്താൽ നമ്മൾ സൗഖ്യമുള്ളവരാകും. ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈശോ, അതായത് വരാനിരിക്കുന്ന മെസ്സിഹായെക്കുറിച്ച്. നാവ് ശുദ്ധമാക്കപ്പെട്ട, എളിമപ്പെട്ട, കുമ്പസാരിച്ച, വിശുദ്ധീകരിച്ച ഒരാൾ. ഇനി അയാൾ കാണാൻ പോകുന്നത് ആരെയാണ്? ഈശോയാണ്. ആ ദൈവ സാന്നിധ്യം കണ്ട് വിറകൊണ്ട്, കർത്താവെ എനിക്കതിനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞപ്പോൾ കർത്താവിനൊരു യോഗ്യത കൊടുത്തു. ഇനി നീ കാണാൻ പോകുന്നത് എന്നെയാണ്. നിങ്ങളൊരു വിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പോൾ സമയത്ത് വിശുദ്ധിയോടെ ഒരുങ്ങി പ്രാർത്ഥിച്ച ബലിപീഠത്തെ വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിനി ആ വിശുദ്ധ കുർബാനയെ കാണാൻ പോകുന്നത് അപ്പം അല്ല കേട്ടോ, വീഞ്ഞല്ല കേട്ടോ. നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ദൈവത്തെയാണ്, നിങ്ങളുടെ ഈശോയാണ്. എന്തുകൊണ്ട് ബലി അനുഭവേദ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ, തിങ്ക്, ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ അയോഗ്യതയുള്ളവരാണ് നമ്മൾ. നിങ്ങൾ അതിന് എളിമപ്പെട്ടോ, നിങ്ങൾ കുമ്പസാരിച്ചോ, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടോ, അങ്ങനെ കുർബാനയ്ക്ക് പോവാവുള്ളൂ. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്നാണ്. ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കണം എന്നാണോ? എങ്കിലും പ്ലീസ്. കാരണം നിങ്ങൾ ഈ ആണ്ടിൽ പോകുന്നത് ആരുടെ അടുത്തേക്കാണ്? പരിശുദ്ധനായ ദൈവത്തിൻ്റെ. ആണ്ടിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദിവസം കുമ്പസാരിച്ചോ, ആഴ്ചയിൽ കുമ്പസാരിച്ചോ, നിങ്ങൾ അച്ഛന്മാർക്ക് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് മാസത്തിൽ കുമ്പസാരിക്കും. ഒരിക്കൽ മാസത്തിലെങ്കിലും കുമ്പസാരിക്കണേ. കാരണം നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് ഓർക്കണം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ആ വിശുദ്ധിയിൽ നിന്നാൽ യു വിൽ സീ ഗോഡ്. നിങ്ങൾ ദൈവത്തെ കാണും. യേശയ്യാ കണ്ട ദർശനങ്ങൾ മുഴുവൻ മിശിഹായെക്കുറിച്ചാണ്. ഈശോയെ കാണുകയാണ്, കൂടെ നിൽക്കുന്ന കർത്താവിനെ അവൻ കാണുകയാണ്. വലതുരുത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറ ഹല്ലേലൂയാ. ഇങ്ങനെ കാണണ്ടേ നമുക്കും? മരിച്ചങ്ങ് എത്തിയിട്ടല്ല, ഇപ്പം കാണണം. അതിനുള്ള അവസരമാണ് ഓരോ കുമ്പസാരവും. മിസ്സാക്കി കളയരുത്. നിങ്ങളുടെ ദേവാലയത്തിൽ സമയപരിമിതികൾ കാണുമായിരിക്കും, ഒത്തിരി ആൾക്കാർ കാണുമായിരിക്കും. ഒരു ആശ്രമ ദേവാലയത്തിലേക്ക് ഓടിച്ചെല്ല്. അച്ഛന്മാർ അവൈലബിൾ ആണ്. എന്തോരം അച്ഛന്മാർ. ചെല്ല്. എന്നോ ഒരു കാലത്ത് ചിലപ്പോൾ നിങ്ങൾ കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞാണ് സമയമില്ലെന്ന്. അതോടുകൂടി കുമ്പസാരത്തെ വെറുത്ത ആൾക്കാരുണ്ട്. കുമ്പസാരക്കൂട്ടിനെ കുറിച്ച് കഥകളും കള്ളക്കഥകളും കെട്ടുകഥകളും കേട്ടതിൻ്റെ പേര് കുമ്പസാരക്കൂട്ടി കയറാത്തവരുണ്ട്. വാട്ട് ആർ യു മിസ്സിങ്? നിങ്ങൾ എന്താണ് മിസ് ചെയ്ത് പോകുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന് ആവശ്യമുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം മിസ്സാക്കി കളയാണ്. ദൈവത്തിൻ്റെ ഈ തീക്കനൽ തൊടുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. സെറാഫ് ഇറങ്ങി വരുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. കർത്താവ് സിംഹാസനമിട്ടിരിക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. അച്ഛൻ ഇരിക്കുന്ന സ്ഥലമല്ലടോ, കർത്താവ് സിംഹാസനമിട്ടിരിക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെയൊക്കെ ഭാഗ്യം. കുമ്പസാരങ്ങൾ മിസ്സാക്കരുത്. വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചൊരുങ്ങുക. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ.